നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം നമ്മളിന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ആലപ്പുഴ പൂങ്കാവള്ളിയിലെ വിശുദ്ധ വാരം ആചരിക്കുന്നതിൻ്റെ വിവരങ്ങളാണ് നമ്മൾ ഏവർക്കും വേണ്ടി ഇന്ന് പങ്കുവയ്ക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിശുദ്ധ വാര തീർത്ഥാടന കേന്ദ്രം ആണ് ആലപ്പുഴയിലെ പൂങ്കാവുള്ള ഔർ ലേഡി അസംപ്ഷൻ ചർച്ച്. 1855 സ്ഥാപിതമായ വിശുദ്ധവാര തീർത്ഥാടന ദേവാലയമാണ് ഇവിടുത്തേത്. തുമ്പോളി പള്ളി ഇടവകയിൽ നിന്നും സ്വതന്ത്ര ഇടവകയായി മാറിയത് 1860. കൊച്ചപ്പൻ തോമസ് വലിയ വീട്ടിലാണ് പള്ളി പണികഴിക്കാനുള്ള സ്ഥലം സംഭാവനയായി നൽകിയത്. ആലപ്പുഴയിലെ പ്രസിദ്ധ റോമൻ കത്തോലിക്ക തീർത്ഥാടന കേന്ദ്രമായ ആലപ്പുഴ പൂങ്കാവള്ളിയിലെ വിശുദ്ധ വാരം ആചരിക്കുന്നതിൻ്റെ വിശദീകരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നാനാജാതി മതസ്ഥരും ഒരുപാട് ദൂരദേശങ്ങളിൽ നിന്ന് ഒരുപാട് പേര് ഇവിടുത്തെ നഗരി കാണിക്കൽ ചടങ്ങിനും കിടക്കുന്ന രീതിയിൽ ചടങ്ങിനൊക്കെ പങ്കെടുക്കാനായി എത്താറുണ്ട്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്നത് കർത്താവിന് നേർച്ച വഴിപാടുകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായ ഒരു സ്റ്റാൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ പട്ട്, വിളക്ക്, എണ്ണ, തലയണ അങ്ങനെയുള്ള ഐറ്റംസുകൾ ഇവിടെ ലഭ്യമാണ്. ഓരോരുത്തരും അവരുടെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ എണ്ണ, തലയണ അങ്ങനെയുള്ള വഴിപാടുകൾ നേരുകയും അതിവിടെ സമർപ്പിക്കുകയും ചെയ്യാറുണ്ട്. നമുക്കിവിടെ നേർച്ച പായസം പ്രസാദമായിട്ട് കിട്ടുന്നതാണ്. ലത്തീൻ കത്തോലിക്ക സഭയുടെ കൊച്ചി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ദേവാലയത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വിശുദ്ധ വാര ആചാര ചടങ്ങുകളാണ്. അന്നേ ദിവസങ്ങളിൽ ലോകത്തെ പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് ആൾക്കാർ എത്തിച്ചേരാറുണ്ട്. ജനകോടികൾ തന്നെ എത്തിച്ചേരാറുണ്ട്. കല്ലറയുടെ ഒരു ഭാഗത്ത് യേശുവിൻ്റെ തിരുക്കച്ചയുടെയും ചിത്രങ്ങളും പീഡാനുഭവ ചിത്രങ്ങളും മറ്റിവിടെ വളരെ ചിട്ടയോട് പ്രദർശിപ്പിച്ചിരിക്കുകയും അതിൻ്റെ വിവരണങ്ങൾ ഇവിടെ ലേഖനം ചെയ്തിട്ടുമുണ്ട്. ജീസസിൻ്റെ തിരുശേഷിപ്പുകളുടെ എല്ലാം തന്നെ വിവരണങ്ങളും ചിത്രങ്ങളും അടങ്ങിയ ഈ ഒരു പ്രദർശനം നമുക്ക് ഒരു ദിവ്യമായ ഒരു അനുഭൂതി തന്നെ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. യേശുദേവൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായി നമുക്ക് അനുഭവവേദ്യമാകുന്നുണ്ട്.
1948 52 ഇടയിലുള്ള കാലഘട്ടത്തിലാണ് കർത്താവിൻ്റെ അത്ഭുത പീഡാനുഭവ തിരുസ്വരൂപം വെൺതേക്ക് തടിയിൽ പൂർത്തിയാക്കി പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതിനുശേഷം ഒരുപാട് അത്ഭുതങ്ങൾക്ക് ഇവിടം സാക്ഷിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ദുഃഖ വെള്ളിയാഴ്ചയിലുള്ള നഗരി കാണിക്കൽ ചടങ്ങിന് ഇവിടെ ജനപ്രവാഹമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നാനാജാതി മതസ്ഥർ ഒത്തുകൂടി നടത്തുന്ന വിളക്കിടൽ ചടങ്ങാണ്. ദുഃഖവെള്ളിക്ക് മുമ്പുള്ള വ്യാഴാഴ്ചയാണ് ഇതിവിടെ നടത്തപ്പെടുന്നത്. പെസഹ വ്യാഴ ദിനത്തിൽ ഇരുപത്താഴ പൂജയ്ക്കും കാലുകഴുകൽ ശുശ്രൂഷയും കഴിഞ്ഞാൽ ദീപക്കാഴ്ചയാണ്. നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്ന ഈ ദീപക്കാഴ്ചയിൽ ഓരോരുത്തരും വിളക്കിടുന്നത് അവരുടെ നേർച്ചയുടെ സാക്ഷാത്കാരമായിട്ടാണ്. മറ്റൊരു പ്രത്യേകത, ദുഃഖവെള്ളിയാഴ്ച ദിവസം കർത്താവിൻ്റെ അത്ഭുത തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള യാത്രയാണ്, പ്രദക്ഷിണമാണ് നഗരി കാണിക്കൽ ചടങ്ങെന്ന് പറയും. അന്നേ ദിവസം കർത്താവിൻ്റെ തിരുസ്വരൂപം കണ്ടു വണങ്ങാനായിട്ട് ദൂരദേശങ്ങളിൽ നിന്ന് വരെ ഒരുപാട് തീർത്ഥാടകർ ഇവിടെ എത്തിച്ചേരാറുണ്ട്. എല്ലാ വർഷവും ആദ്യ ഞായറാഴ്ചയാണ് ഇവിടുത്തെ ഉണ്ണി ഈശോയുടെ എത്തിഫാനി തിരുനാൾ ആഘോഷം.